friends, a very good morning to everyone. Okay, once again welcome back to my another video. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ അഡ്വഞ്ചേഴ്സിനെ ബാനിയൻ ട്രീ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അഡ്വഞ്ചേഴ്സിനെ ബാനിയൻ ട്രീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിലെ നെറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ക്യാരക്ടർ സ്കെച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. അഡ്വഞ്ചേഴ്സിനെ ബാനിയൻ ട്രീയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു ചാപ്റ്ററിൽ ഏത് ക്യാരക്ടർ സ്കെച്ച് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള അത്രയും കോൺഫിഡന്റോടെ വേണം നമ്മൾ എക്സാം എഴുതാൻ പോവാം. ആ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, കൂടുതൽ നമ്മൾ പറഞ്ഞു വീഡിയോ ലോങ് ആക്കണ്ട, നമുക്ക് നേരെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം. ഓക്കെ, ആർ യു റെഡി? അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീയിലെ ബോയ് എന്ന ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, മെയിൻ ക്യാരക്ടറായ ബോയിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് പോയിന്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോയിന്റ്സ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, അല്ലാണ്ട് നമ്മളൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരുപാട് വായിച്ച് പഠിക്കുന്നതിനേക്കാളും പോയിന്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്യാനുള്ള ആ ഒരു ക്യാച്ച് ചെയ്യാൻ കൂടുതൽ പെട്ടെന്ന് നമുക്ക് പറ്റും. ഓക്കെ, അതിൽ ഒരുപാട് പോയിന്റ്സ് പറയും. അത് സെയിം കാര്യം തന്നെ പല സെന്റൻസ് ആയിട്ട് ഞാനത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയാണോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഏതാണോ സിമ്പിള് അത് നിങ്ങൾ പഠിച്ച് വെക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്തും ആദ്യം ഹെഡിങ് കൊടുക്കുക. ദ ബോയ്, നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ദ ബോയ് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ദ ബോയ് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ നമ്മൾ ക്യാപ്സിൽ എഴുതാം. ഓക്കെ, ദ ബോയ് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയും കൂടെ എഴുതാം, റിട്ടേൺ ബൈ റസ്കിൻ ബോണ്ട്. The boy is the main character in the story Adventures in a Banyan Tree, written by റസ്കിൻ ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിയേ. നെക്സ്റ്റ് പോയിന്റും ഏത് ക്യാരക്ടർ വന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ശ്രദ്ധിക്കുക, he plays a major role in this story. അതായത് ഈ ഒരു കഥാപാത്രം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, ഈ ഒരു കഥയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ ഒരു ക്യാരക്ടർ. അത് നമുക്ക് ഏത് ക്യാരക്ടർ ചോദിച്ചാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഹി വാസ് ലിവിംഗ് വിത്ത് ഹിസ് ലവിംഗ് ആൻഡ് കെയറിംഗ് ഗ്രാൻഡ് പാരന്റ്സ്. ഹി വാസ് ലിവിംഗ് വിത്ത് ഹിസ് ലവിംഗ് ആൻഡ് കെയറിംഗ് ഗ്രാൻഡ് പാരന്റ്സ്. അവന് ആരുടെ കൂടെ താമസിക്കുന്നത് നമ്മൾ ആ സ്റ്റോറി പഠിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടല്ലേ. ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ. എങ്ങനെയുള്ള ഗ്രാൻഡ് പാരന്റ്സ്? അവനെ കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന അവനെ കൂടുതലായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഗ്രാൻഡ് പാരന്റ്സ് ആണോ? അല്ല അല്ലെ, അവർ നന്നായിട്ട് കെയർ ചെയ്യുന്ന, അവർ നന്നായിട്ട് ലവ് ചെയ്യുന്ന ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് അവൻ താമസിക്കുന്നത്. തേർഡ് പോയിന്റ് ആയില്ലേ? ആ ഒരു പോയിന്റ് നമ്മള് ബോയിന്റെ ഇതില് നമ്മൾ പഠിച്ചു നോക്കണം. ആദ്യം പറഞ്ഞ ആ 2 പോയിന്റ്സ് നമുക്ക് ഏത് ക്യാരക്ടർ വന്നാലും ആ ബോയ് എവിടെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ആ രണ്ട് പോയിന്റ്സ് ഓക്കെ അല്ലേ? ഈ മൂന്നാമത്തെ പോയിന്റ്സും ഇപ്പൊ ഓക്കെ അല്ലേ? ഹി വാസ് ലിവിംഗ് വിത്ത് ഹിസ് ലവിംഗ് ആൻഡ് കെയറിംഗ് ഗ്രാൻഡ് പാരന്റ്സ്. എന്റെ കൂടെ തന്നെ പറയാം, നിങ്ങൾക്ക് ഇത് പറഞ്ഞ് തന്നെ നമുക്കത് കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ തന്നെ പറഞ്ഞു നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു 50% നമുക്ക് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഇൻ ദ ഫസ്റ്റ് പാർട്ട് വി സീ ദാറ്റ് ദ ബോയ് വാസ് എ ലവർ ഓഫ് നേച്ചർ. ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുന്നത്? ബോയ് ഒരു പ്രകൃതി സ്നേഹിയാണ് അല്ലെ. ബോയ് ഒരു പ്രകൃതി സ്നേഹിയാണ്. നമുക്കറിയാം അല്ലെ, ആ ടെക്സ്റ്റിലുടനീളം ആ ഒരു ട്രീ ആയിട്ടുള്ള കണക്ഷൻ, ബോയ്ക്ക് ട്രീ ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നേച്ചറായിട്ടും ആനിമൽസ് ആയിട്ടും ഒക്കെയുള്ള ആ ഒരു കണക്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ബോയ് ഒരു നേച്ചർ ലവർ ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാം. ഫോർത്ത് പോയിന്റ് നോക്കിയാൽ, ഇൻ ദ ഫസ്റ്റ് പാർട്ട് വി സീ ദാറ്റ് ദ ബോയ് വാസ് ലവർ ഓഫ് നേച്ചർ. നോക്കിയേ, ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാം. സിമ്പിൾ ആയിട്ട്. ഇതൊട്ടും തീരെ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റാത്തൊരു കുട്ടിയാണ്. നമുക്ക് ഇങ്ങനെ സിമ്പിൾ വേർഡിൽ ഇങ്ങനെ എഴുതാം. ഹി ലവ്സ് നേച്ചർ. അല്ലെങ്കിൽ എന്ത് എഴുതാം? ഹി വാസ് എ പ്യുവർ ലവർ ഓഫ് നേച്ചർ. അത്രയും നമ്മൾ എക്സാജറേറ്റ് ചെയ്തിട്ട് എഴുതുന്നു. അവന് അത്രയും ആ ഒരു നേച്ചർ ആയിട്ടുള്ള ബന്ധം. ഹി വാസ് എ പ്യുവർ
ലവർ ഓഫ് നേച്ചർ, വളരെ ശുദ്ധമായ ഒരു സ്നേഹമാണ് അവൻ ആരോട്, നേച്ചറോട്. അങ്ങനെയൊക്കെ നമുക്ക് എക്സാജറേറ്റ് ചെയ്തിട്ട് എഴുതാം. എന്താണ് ഒരു ലിറ്ററൽ ഫോം ആണല്ലേ, അപ്പൊ നമുക്ക് കൂടുതലായിട്ടും എക്സാജറേറ്റ് ചെയ്താൽ അവൻ വളരെയധികം ശുദ്ധമായ സ്നേഹമാണ് നേച്ചറോട്, അങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഹി ലവ്സ് നേച്ചർ ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, ഹി ഫൈൻഡ്സ് ജോയ് ഇൻ ദ നാച്ചുറൽ വേൾഡ്, അതായത് അവൻ എന്താണ് ആ ഒരു പ്രകൃതിയായിട്ട് അവന് സന്തോഷം കണ്ടെത്തും. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, the boy has made the tree his domain and built a platform halfway up the tree where he spent his afternoon reading books. എന്താ പറഞ്ഞത്, അവൻ കൂടുതൽ സമയം ബാനിയൻ ട്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബുക്സ് ഒക്കെ വായിക്കുന്നുണ്ട്. അവന്റെ ഒരു ആധിപത്യമാണ് ആൽമരത്തിലുള്ളത്. അവൻ കൂടുതൽ സമയം ആൽമരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന, ആടുന്ന് ബുക്സ് ഒക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞില്ല, അതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഹി ലൈക്സ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബുക്സ് ഇൻക്ലൂഡിംഗ് അഡ്വഞ്ചർ സ്റ്റോറീസ് ആൻഡ് നോവൽസ്. വേറെന്താ പറഞ്ഞേ, അവൻ പല തരത്തിലുള്ള ബുക്സുകൾ വായിക്കുന്നുണ്ട് അല്ലെ. ഹി ലവ്സ് റീഡിങ്, നമുക്കതും പറയാം, ഹി ലവ്സ് റീഡിങ്. ഹി ലൈക്സ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബുക്സ് ഇൻക്ലൂഡിംഗ് അഡ്വഞ്ചർ സ്റ്റോറീസ് ആൻഡ് നോവൽസ്. ക്ലിയർ? ആ ഒരു പോയിന്റും കൂടെ പഠിക്കാൻ സിമ്പിൾ അല്ലേ. ഇനി നോക്കിയാൽ ഇതാ നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചു നോക്കാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് വേറൊന്ന് നോക്കിയാൽ നിങ്ങൾ, ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദർ ഗാർഡൻ there stand a ancient banyan tree. അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഗാർഡനിൽ, മുത്തച്ഛന്റെ പൂന്തോട്ടത്തിൽ ഒരു എന്താണ് ബാനിയൻ ട്രീ ഉണ്ട്. എന്ന് നോക്കിയേ, the boy has claimed this tree as his own and built a platform halfway up where he spends his afternoon reading. അവൻ അവകാശപ്പെടുന്ന അവന്റെ ആധിപത്യമാണ് എന്ത്, ആ ഒരു ട്രീ ആയിട്ടുള്ള അവന്റെ ഒരു കണക്ഷൻ. അവൻ അവിടുന്ന് എന്താണ്, അവനൊരു ആ ഒരു പറഞ്ഞില്ല, ആ മരത്തിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് എന്താണ് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി അവിടുന്ന് ആഫ്റ്റർനൂണിലൊക്കെ അവൻ ബുക്സ് ഒക്കെ റീഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഏത് വേ ആണ് നിങ്ങൾക്ക് കൂടുതൽ സിമ്പിള് അത് നോക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ, when he is not reading he sits on the platform enjoying the sounds of nature. എന്താണ്, അവൻ പുസ്തകങ്ങൾ വായിക്കാത്ത സമയം, when he is not reading, അവൻ പുസ്തകങ്ങൾ വായിക്കാത്ത സമയം, he sits on the platform enjoying the sounds of nature. അവൻ എന്താണ്, പുസ്തകങ്ങൾ വായിക്കാത്ത സമയം അവൻ പ്രകൃതിയുടെ ശബ്ദങ്ങളെല്ലാം ആസ്വദിക്കും. ക്ലിയർ? അത് അത്രയും കണക്ഷൻ, നേച്ചറായിട്ട് അത്രയും കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഇനി നമുക്ക് സ്ക്വറലിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരാം. നോക്കിയേ, he was very friendly with a small squirrel. അവൻ ഒരു ചെറിയ അണ്ണാനുമായിട്ട് വളരെയധികം സൗഹൃദത്തിലാണ്. he spends time with the squirrel even takes food from his pocket. എന്താണ്, അവൻ സ്ക്വയറലുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവന്റെ പോക്കറ്റ്സ് നിന്നൊക്കെ എന്താണ് ഫുഡ് ആരെടുക്കലുണ്ട്, നമ്മളെ സ്ക്വയറൽ എടുക്കലുണ്ട്. അത്രയും ക്ലോസ് ആണ്, ഒരു ക്ലോസ് കണക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. Then നോക്കിയേ, he has a pet white rat that his grandfather bought. ഗ്രാൻഡ്ഫാദർ ഒരു പെറ്റ് റാറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയേ, the squirrel gives birth to 3 white baby squirrel which bring great joy to the boy. അതായത് നമ്മൾ ആ ഒരു വൈറ്റ് റാറ്റിന്റെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ, ആ 3 white baby squirrelന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവത്തിൽ വളരെയധികം ഹാപ്പിനെസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, ബോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് നോക്കിയേ, ക്യാരക്ടർ സ്കെച്ച് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റോറി മൊത്തമായിട്ട് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. ആ ഒരു ക്യാരക്ടറിന്, ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന് ബോയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിക്കോ, he was very much excited to watch the fight scene between cobra and mongoose. എന്താ പറഞ്ഞേ, he was very much excited to watch the fight scene between cobra and mongoose. കോബ്രയുടെയും മംഗൂസിന്റെയും ഫൈറ്റ് സീൻ കാണാൻ വളരെയധികം എക്സൈറ്റ്മെന്റോടെയാണ് അവൻ കണ്ടതല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ ഇൻസിഡന്റും നമ്മൾ അവന്റെ ക്യാരക്ടർ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും? ബാനിയൻ ട്രീയും അവന്റെ ആ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് വേറൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ദ ബാനിയൻ ട്രീ ഈസ് ലൈക്ക് ഹിസ് ഓൺ ഹോം. ബാനിയൻ ട്രീനെ അവൻ എന്തായിട്ട് കണക്കാക്കുന്നത്, അവന്റെ ഒരു വീട് പോലെയാണ് അല്ലെ. ബാനിയൻ ട്രീ ഈസ് ലൈക്ക് ഹിസ് ഓൺ ഹോം. അതായത് ബാനിയൻ ട്രീ അവന്റെ ഒരു വീട് പോയിട്ടൊരു കണക്ഷൻ ആണ്. അത്രയും ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് ഈ ഒരു പോയിന്റ്സ് നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലായത്, അവൻ നേച്ചറുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്, ഒരു നേച്ചർ ലവർ ആണ്.
ക്ലിയർ? അപ്പൊ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഇങ്ങനെ പഠിച്ചു വെക്കുക. When we analyze this character, നമ്മൾ ഈ ഒരു ക്യാരക്ടർ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ we can understand that the boy was a great lover of nature. The boy was a great lover of nature. ക്ലിയർ അല്ലേ? നമ്മൾ ഈ ബോയിന്റെ ഓരോ ക്യാരക്ടറും സ്റ്റോറിയിൽ ഉണ്ടായ പെർട്ടിക്കുലർ ഇൻസിഡന്റ് എടുത്ത് ഒബ്സർവ് ചെയ്താൽ, അപ്പൊ നമ്മൾ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ അനലൈസ് ചെയ്തപ്പോ നമുക്ക് എന്ത് മനസ്സിലായി എന്നാ പറഞ്ഞേ? ബോയ് എന്താണ്? ഗ്രേറ്റ് ലവർ ഓഫ് നേച്ചർ. നേച്ചറായിട്ട് ബോയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ക്ലിയർ? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എഴുതാം. നിങ്ങൾക്കും കൂടുതൽ ഇപ്പൊ എന്റെ ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ പോയിന്റ്സ് ഓർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേച്ചറായിട്ട് കണക്ഷനിലെ എല്ലാ രീതിയിലും നമുക്ക് എഴുതാം. നിങ്ങൾ ആ ഒരു മാർക്സ് നോക്കിയിട്ട് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ച് എഴുതാം. എന്താണ് കൂടുതലായിട്ട് സ്റ്റോറിയിലെ ആ ഒരു ഇൻസിഡന്റും കംപ്ലീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പാടില്ല. നമ്മൾ ചോദ്യം ക്യാരക്ടർ സ്കെച്ച് ആണ്. സോ ആ ഇൻസിഡന്റിന് നമുക്ക് കിട്ടിയ ആ ഒരു ബോയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ? നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ഏഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതും ഏഡ് ചെയ്യുക. കാരണം ഇതൊരു ലിറ്ററൽ ഫോം അല്ലേ. അപ്പൊ നമ്മൾ എക്സാജറേറ്റ് നമുക്ക് എങ്ങനെ അത് എക്സാജറേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഹീസ് എൻ ഇന്നസെന്റ് ബോയ് അല്ലെ, അവനൊരു നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ് അല്ലെ. നമുക്ക് ഏഡ് ചെയ്യാം. ലിറ്ററൽ ഫോം ഇതൊക്കെ നമുക്ക് ഏഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഏഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് കിട്ടും. നിങ്ങൾ മാർക്സ് നോക്കിയിട്ട് അതിന്റെ ആ ഒരു ലെങ്ത്തിന്റെ അത് നിങ്ങളെ കയ്യിൽ നിങ്ങൾ മാർക്സ് നോക്കിയിട്ട് ആ ഒരു സൈസ് നിങ്ങൾ കൂട്ടുക. അതായത് പോയിന്റ്സ് ഒക്കെ ഏഡ് ചെയ്യുക. എല്ലാ പോയിന്റ്സ് ഏഡ് ചെയ്തിട്ട് എന്താണ് 5 മാർക്സിനാണെങ്കിൽ എല്ലാ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം. കൂടുതലായിട്ടും ഒരുപാട് മാർക്സിന് വരില്ല. 5 അല്ലെങ്കിൽ 6 മാർക്സിനെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുള്ളൂ. സോ നിങ്ങൾ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ച് എഴുതാൻ ശ്രമിക്കുക. ക്ലിയർ? ഓക്കെ, ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കും. 1 by 1 ആയിട്ട് പോയിന്റ്സ് ബൈ പോയിന്റ്സ് ആയിട്ട് തന്നെ നിങ്ങളത് നോട്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ത് വന്നാലും ബോയിനെ കുറിച്ച് എന്ത് വന്നാലും 10 പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ബോയിനെ പറ്റിട്ട്. ഓക്കെ, ക്ലിയർ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്